1994 മെയ് 13 കേരളത്തിലൊരു സിനിമ ഇറങ്ങി. കേരള കർണാടക അതിർത്തിയിലെ സാങ്കല്പിക ഗ്രാമവും കുറേ മനുഷ്യരും അങ്ങനെ മലയാളികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. മലയാള സിനിമയ്ക്ക് പ്രിയദർശൻ നൽകിയ മുദ്ദികവും. തേന്മാവിൻ കൊമ്പത്തിന് 30 വയസ്സാവുകയാണ്. തമ്പ്രാൻ ചേട്ടന്റെ ആ വീടും മാണിക്യം ചോദിക്കുന്ന ശ്രീഹള്ളിയും ആ നാട്ടുകൂട്ടവും കാളയോട്ട മത്സരവുമെല്ലാം ഇങ്ങ് ഇവിടെ പൊള്ളാച്ചിയിലാണ് ഒരുക്കിയത്. നമസ്കാരം, ഞാൻ പൊള്ളാച്ചി രാജ. ഞാൻ പൊള്ളാച്ചിയിലെ മലയാള സിനിമ, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ലാംഗ്വേജ് പടങ്ങൾ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ മാനേജർ കം ആക്ടറാണ്. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത മലയാള സിനിമ പൊള്ളാച്ചിയിലെ മേലെപ്പറമ്പിലാണ് വീടായിരുന്നു. അത് കഴിഞ്ഞ് 1 ഇയർ ഒരു ഫോൺ വന്നു. അത് പ്രിൻസ് സാറിൻ്റെ ഫോണായിരുന്നു. അവിടെ തേന്മാവിൻ കൊമ്പത്തിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പൊള്ളാച്ചി വരുകയാണ്. എന്നിട്ട് ഒരു ഷൂട്ട് തുടങ്ങുന്ന ആദ്യം ലൊക്കേഷൻ കണ്ടുപോയി. ഷൂട്ട് തുടങ്ങുന്ന ഒരു 10-15 ദിവസം മുമ്പ് പ്രിൻസ് വന്നു. പൊള്ളാച്ചിയുടെ സ്റ്റേ ചെയ്തു. മൊത്തം ലൊക്കേഷൻ കണ്ടതിനെ അതിനനുസരിച്ചുള്ള കഥകൾ സെറ്റ് ചെയ്തു. കഥ ആദ്യമുണ്ട്, ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള സ്റ്റോറി റെഡിയാക്കി വെച്ചു. ഈ ബാക്കിൽ കാണുന്ന ഈ വീടാണ് തേന്മാവിൻ കൊമ്പത്തിൻ്റെ മാടമ്പി തറവാട്. ഇവിടെയാണ് മാണിക്കനും കാർത്തുമ്പിയും ശ്രീകൃഷ്ണ ചേട്ടനും തമ്പാട്ടി അമ്മയും അപ്പക്കാളയും 10-20 ദിവസങ്ങൾ ജീവിച്ചിരുന്ന് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് നമ്മൾ. അതിൽ മെയിൻ കഥാപാത്രം ഈ വീടാണ്. കള്ളു കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായിന്ന് പറഞ്ഞാ കൈയും കാലും ഒക്കെ ഉണ്ടേ. അവർക്ക് ഒറ്റപ്പെട്ട ഒരു വീട് വേണമെന്ന്, ഒരു ഹിൽ ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു വീടും ഷൂട്ട് ചെയ്യാൻ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു സ്ഥലം വേണമെന്ന്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് ഈ വീടിന് എക്സ്റ്റീരിയർ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻറ്റീരിയർ ഒന്നില്ലായിരുന്നു വീട്ടിൽ. ഇതൊരു ഫാം ഹൗസാണ്. ഇത് ഏകദേശം 10-100 പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഇൻറ്റീരിയറായിട്ട് ഷൂട്ട് ചെയ്ത് വേറൊരു വീടായിരുന്നു. കറക്റ്റ് മാച്ചാണ്. ആർക്കും ഒരു സംശയം തോന്നില്ല, ഒരു ഡൗട്ട് പോലും തോന്നില്ല. ഇതെങ്ങനെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറാണ് എല്ലാവരും ഉദ്ദേശിക്കും. പക്ഷേ അതല്ല, അത് വീട് വേറെയാണെന്ന്. പക്ക എഡിറ്റാണ് പുള്ളിയുടെ. സൂപ്പർ. ഡയറക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഈ വീട് ഇൻറ്റീരിയർ വേണമെന്ന്. ഈ വീട് തന്നെ മതിയാണ്. തേവർമകൻ ചോദിച്ചാൽ ഡയറക്ടർ തേവർമകൻ്റെ വീട് നോക്കാമെന്നാണ്. തേവർമകൻ്റെ പടം കണ്ടിട്ട് ആ വീട് ഏതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ വീടൊന്ന് കണ്ടത്. കണ്ട് ഈ വീട് ഇൻറ്റീരിയർ ആക്കി, മറ്റത് എക്സ്റ്റീരിയർ ആക്കി. ടോട്ടൽ റാൻഡമായി കണ്ടു മൊത്തം പൊള്ളാച്ചി. എല്ലാ വീടുകളും ഏത് വീടൊക്കെ ഉള്ള എല്ലാ വീടുകളും മൊത്തം കണ്ടിട്ട് ഓരോ ലൊക്കേഷനും ഓരോ ഫിക്സ് ചെയ്ത് പുള്ളി കാണുമ്പോൾ തന്നെ പുള്ളി ഒരു നല്ലൊരു ഡ്രോയിങ് ചെയ്യുവാണ്. പിന്നെ ഈ വീട് ലൊക്കേഷൻ അടുത്ത ദിവസം ലൊക്കേഷൻ ഏതാണ്ട് നമുക്കറിയത്തില്ല, ആർക്കറിയില്ല. പുള്ളിയുടെ ഡോറിൻ്റെ ബാക്കിൽ എഴുതി വരച്ച് വെച്ചിരിക്കും. അത് കണ്ടാണ് നമ്മൾ ലൊക്കേഷൻ ഏതാണ്ട് നമ്മൾ തീരുമാനിച്ച് രാവിലെ ഇറങ്ങും. നൈറ്റ് ആരും അറിയില്ല. പുള്ളി വരച്ചിരിക്കും നാളെ ഏതാ സീൻ എടുക്കാൻ പോകുന്നത്, എവിടെ ലൊക്കേഷൻ വെച്ചിട്ട്. അങ്ങനെ ഈ പടം മൊത്തത്തിൽ ടോട്ടൽ ലൊക്കേഷൻ കണ്ട് ഏത് ലൊക്കേഷൻ എവിടെ ചെയ്യണം പുള്ളി കണ്ട് ഒരു മനസ്സിലാക്കി അത് വരച്ചതാണ് നമുക്ക് കൊടുത്തത് ലൊക്കേഷനിലൊക്കെ. അങ്ങനെയാണ് ഈ വീട് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഈ വീടാണ് മെയിൻ ക്യാരക്ടർ ചെയ്തത്. ശിവാജി സാറിൻ്റെ വീട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കമലഹാസൻ തേവറായിട്ട് മാറുന്നു. പിന്നെ ശിവാജി സാറും മരിക്കുന്ന സംഭവം എടുത്ത വീട്. ഇത് നല്ല സംഭവം ചെയ്തത്. ഇത് ഒരുപാട് സംഭവം ആ വീട്ടിലാണ്. ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ, തിരിച്ചു കയറ്റുകൊണ്ട് ഉത്തരവാദിത്തം നിങ്ങളതാ. തേന്മാവിൻ കൊമ്പത്തിലെ പപ്പുച്ചേട്ടൻ പറയുന്ന ഡയലോഗ് ടാസ്ക് വിളിക്കട എന്ന് പറഞ്ഞ ഡയലോഗ് ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയായിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മൾ വന്നിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവിടെ. റോഡ് വീതി വന്നു, പിന്നെ തെങ്ങൊക്കെ വെച്ചു. അന്ന് തെങ്ങില്ലായിരുന്നു, ഫുൾ നെൽകൃഷിയായിരുന്നു. ചെറിയ കുടിയിൽ നെൽകൃഷിയായിരുന്നു. ഇന്ന് മൊത്തം മാറിപ്പോയി. അപ്പോൾ കാലവണ്ടി JCB വന്നു. എല്ലാം മൊത്തം ഒരുപാട് സ്ഥലം മൊത്തം മാറിപ്പോയി.
കുമ്പത്തെ ഒരു ചായക്കടയാണ്. വില്ലന്മാർ വന്നിട്ട് ശോഭന ചേച്ചി കൊണ്ടുപോകാൻ വേണ്ടി നാടകം കളിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചായക്കട. അന്ന് ഈ കടയായിരുന്നു അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയുണ്ട്, പക്ഷേ കടയില്ല, അങ്ങനെ കിടക്കുക. നമ്മൾ സെറ്റിട്ടതാണ് ഇതൊക്കെ ഫ്രണ്ടിലെ. ഈ ലൊക്കേഷൻ പൊള്ളാച്ചിയിൽ പറഞ്ഞ എല്ലാ പടങ്ങളും സാങ് ഷൂട്ട് ചെയ്യാൻ വരാറുണ്ട്. തെന്മാവിൻ കൊമ്പത്ത് പടമാണ് ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് മലയാള പടം, ഈ മയിലാടുതുറ എന്ന് പറഞ്ഞ ഈ സ്ഥലം. അതിനുശേഷം പിന്നെ കുറേ തമിഴ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേര് മയിലാടുതുറ. ഇപ്പോൾ ഇതിൻ്റെ പേര് വിന്നർ ഫാൾസാണ് അറിയപ്പെടുന്നത് ലോകം. കാരണം വിന്നർ എന്ന് പറഞ്ഞ പടം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഇത് വിന്നർ ഫാൾസായി. ഇവിടെയായിരുന്നു കറുത്ത പെണ്ണെ പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള പടങ്ങൾ എല്ലാ പടങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് മാണിക്യൻ മുത്തുകവ് എന്നാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ആ സാങ് കറുത്ത പെണ്ണെ സാങ് തുടങ്ങുന്നു. കാട് നമ്മൾ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പടം 94-95 ഷൂട്ട് ചെയ്യുമ്പോൾ ആ കാട് വെട്ടിക്കളഞ്ഞു. ആ പടത്തിലാണ് ലാസ്റ്റ് നമ്മൾ സാങ് എടുത്തത്. അതിനുശേഷം ആ കാടില്ല, അതൊരു വലിയ ലേക്കാണത്. അത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. അന്ന് ആറില്ലാത്ത സമയത്ത് എല്ലാം വെട്ടിയെടുത്തു മരങ്ങൾ, ഗവൺമെൻറ് എല്ലാം വെട്ടി. ഇപ്പോൾ ഒന്നില്ല, വേറെ ലേക്കാണത്. ഇപ്പോൾ ആ കാടില്ല, നെക്സ്റ്റ് പോയി. ആ കാട് മാത്രമല്ല, തേന്മാവിൻ കൊമ്പത്തിനെ അതിസുന്ദരമാക്കിയ പല സ്ഥലങ്ങളും ഇന്ന് അടിമുടി മാറിക്കഴിഞ്ഞു. കാലത്തിന്റെ മാറ്റം. എന്നാൽ പ്രിയദർശൻ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ തന്റെ കൺകളാൽ കണ്ട KV ആനന്ദ് എന്ന പ്രതിഭ പകർത്തിയെടുത്ത ആ സിനിമാറ്റിക് വിഷ്വൽ വേൾഡ് അന്നും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.